ഉത്തരം വളഞ്ഞിരിക്കുന്നു. ഇന്ന് പകലും പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ചില വിഷയങ്ങൾ കാണുമ്പോൾ ഇതല്ലേ എനിക്കൊരട്ടി മുന്നോട്ട് വെക്കാൻ പറ്റാതെ പല വിഷയങ്ങൾ തേനീച്ച ചുറ്റി വളയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ വളഞ്ഞു നിൽക്കുന്നവരോടാ ഇന്നൊരു ദൂത് പറഞ്ഞത്. നീ കണ്ടത് നിന്റെ മുമ്പിൽ വളഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ ആണെങ്കിൽ അടുത്തത് എന്താ കാണാൻ പോകുന്നതെന്നറിയാമോ? പ്രവാചകൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ ഈ പറയുന്ന പോലെ, ദൈവദാസൻ പറയുന്ന പോലെ, പ്രശ്നം കണ്ട നിങ്ങളോട് ദൂത് പറയുന്ന പോലെ ദൈവദാസൻ പറഞ്ഞു, നീ പേടിക്കണ്ടടാ, നമ്മളോട് കൂടെ ഉള്ളവൻ അവന്മാരെക്കാൾ ഒത്തിരി ഉണ്ടെന്ന്. എന്താ? നീ പേടിക്കണ്ട ബാല്യക്കാരാ, നമ്മളോട് കൂടെ ഉള്ളവൻ അവരോട് ഉള്ളവരിലേക്കാൾ. രാവിലെ പ്രഭാതത്തിൽ വെളിയിലിറങ്ങിയ ബാല്യക്കാരൻ ചിന്തിച്ചു, ഇവിടെ ആരുണ്ട്? ഞാനുണ്ട്, ദൈവദാസനുണ്ട്. ചുറ്റോട് ചുറ്റും നോക്കിയ വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇത് തന്നെ നിങ്ങളോട് പറയാനുള്ളത്. മീറ്റിംഗിൽ മൈക്ക് കൈയും പിടിച്ച് സ്റ്റേജിൽ നിന്ന് പാസ്റ്ററിന് പറയാൻ പറ്റും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, പകരം എന്തോ കാണുന്നതെന്നറിയാമോ? ശത്രുവിന്റെ വളഞ്ഞ സൈന്യത്തെയാ. പക്ഷെ ഇന്ന് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോകുക. പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവന്റെ കണ്ണ് തുറക്കണേ. ദൈവദാസനിൽ ഞാൻ ഇന്ന് പറയുന്നു, നിന്റെ കണ്ണ് ദൈവം തുറക്കാൻ പോയ. നിന്റെ കണ്ണ് ദൈവം തുറന്നാൽ നീ ഇതുവരെ കണ്ടതല്ല കാണാൻ പോകുന്നേ. ഇതുവരെ നീ കണ്ടത് അസമാധാനമാണെങ്കിൽ ഇനി നീ സമാധാനം കാണാൻ പോവുക. ഇതുവരെ കണ്ട നീ രോഗമാണെങ്കിൽ നീ സൗഖ്യം കാണാൻ പോവുക. നീ ഇതുവരെ നിരാശ കണ്ടെങ്കിൽ നീ ജയം കാണാൻ പോവുക. കണ്ണ് തുറക്കാൻ പോവുക. നമ്മളിപ്പോ ഒരു പ്രാർത്ഥന, എനിക്ക് നിയോഗം വിളിക്കുക, നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. അവന്റെ കണ്ണ് തുറന്നപ്പോ, കണ്ണ് ദൈവം തുറന്നപ്പോ, അതെന്തോ കണ്ണു? അവൻ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നേ. കണ്ണ് തുറന്നിട്ടാണ് ശത്രു മൊത്തം കൊണ്ട് പർവ്വതം നിറഞ്ഞിരിക്കുന്ന കണ്ടത്, ചുറ്റും നിറഞ്ഞിരിക്കുന്നത് കണ്ടത്. പക്ഷെ ഇതല്ല, അവന്റെ അകത്തെ കണ്ണ് ദൈവം അങ്ങ് തുറന്നു. അകത്തെ കണ്ണ് തുറന്നപ്പോ അവൻ പറയാ, ശക്തമേറിയ രഥങ്ങളും കുതിരകളും കൊണ്ട് ഈ പർവ്വതം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതസേന ഇറങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ഇതുവരെ നീ കണ്ടതല്ല ഇനി വീട്ടിൽ ചെല്ലാൻ കാണാൻ പോകുന്നത്. ദൈവം കണ്ണു തുറന്നോ, നീ ദൂതന്മാരെ കാണോ, ദൈവപ്രവൃത്തി കാണോ. എപ്പോ? ശത്രു മുമ്പിൽ നിൽക്കുമ്പോ തന്നെ. ഇവന്റെ കണ്ണ് തുറക്കുമ്പോൾ ശത്രു പോയിട്ടില്ല. ശത്രു പോരാട്ടോ പ്രശ്നോ നിനക്ക് അനുഭവിക്കുമ്പോ തന്നെ അതിന് മീതെ ദൈവം കണ്ണ് തുറക്കും. ഇന്ന് ചിലതിന്റെ കണ്ണ് ദൈവം തുറക്കാൻ പോവാ. കണ്ണ് തുറക്കാനുള്ള വിടുതൽ എന്താണെന്നറിയോ? അടുത്ത മിനിറ്റിനകം പ്രാർത്ഥിക്കാൻ പോവാ. പ്രിയരെ, നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണ് തുറന്നാലേ ഗുണം എന്താണെന്നറിയോ? ശ്രദ്ധിച്ചേ. ഈ പ്രശ്നം കാണുമ്പോഴേ, ഹാഗാർ എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു ബൈബിളില്. ഹാഗാർ, അവിടെ പ്രശ്നം എന്നറിയോ? അവള് കണ്ണ് തുറന്നു നോക്കുമ്പോ അവിടെ കയ്യിലുള്ള തുരുത്തിയിലെ വെള്ളം തീർന്നു, മരുഭൂമി നിൽക്കുക. തോളിലുള്ള അപ്പം തീർന്നു, പണ്ടക്കെട്ടുണ്ടായിരുന്നു, ബാഗിലെ അപ്പവും തീർന്നു, വാട്ടർ ബോട്ടിലെ വെള്ളവും തീർന്നു. കണ്ണു തുറന്നപ്പോ നിൽക്കുന്ന എവിടാ? മരുഭൂമി. കയ്യിലൊരു കൊച്ചുണ്ട്. കൊച്ചു വെള്ളം കിട്ടാതെ അപ്പം കിട്ടാതെ മരിക്കാൻ പോവാ. കൊച്ചിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അവള് പറയാ, കൊച്ചും ചാവും, അത് കഴിഞ്ഞ് ഞാനും ചാവും, എനിക്ക് കൊച്ചിന്റെ മരണം കാണണ്ട, മാറിയിക്ക. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് ബൈബിൾ മനോഹരമായ വാക്കുണ്ട്, കർത്താവ് അവളുടെ കണ്ണു തുറന്നപ്പോ പറയാ, അവളൊരു ഉറവ കണ്ടു. ആ ഉറവയിൽ നിന്ന് കുഞ്ഞ് ജീവിക്കത്തക്ക വെള്ളം കോരിക്കൊടുത്തു.
ഇന്ന് പകൽ ചിലതിനോട് പറയാ, നിന്റെ കണ്ണ് തുറന്നാലുണ്ടല്ലോ, നീ ചില നിരാശകൾ മാറും, അത്ഭുതം കാണും. ദൈവപ്രവൃത്തി കാണും, ദൈവപ്രവൃത്തി കാണും, ദൈവപ്രവൃത്തി കാണും, ദൈവപ്രവൃത്തി കാണും. അന്ധത പിടിപ്പിച്ചതിനെ ദൈവം മാറ്റാൻ പോവുക. കണ്ണ് ദൈവം തുറക്കാൻ പോവുക. നിന്റെ അകക്കണ്ണ് തുറക്കുമ്പോൾ നീ ദൈവപ്രവൃത്തി കാണും. അത് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ സൗഖ്യം ഉണ്ടാവുന്ന ഉള്ളിൽ അകത്തേക്ക് വരും. ദൈവം പ്രവൃത്തി വെളിപ്പെടും. കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇതകത്ത് കാണാൻ തുടങ്ങുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടാൻ തുടങ്ങും. കണ്ണ് തുറന്നാൽ മരുഭൂമിയിൽ നീ ഉറവ കാണും. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യട്ടെ. ശക്തമായ ഒരു ദൂത് കൈമാറി വീണ്ടും നമ്മൾ ഒന്നിച്ച് അവസാന മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ ജീവിതത്തിനകത്ത് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു ദൂത് പറയുന്നു. യെശയ്യാപ്രവചനം 45-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ആദ്യം വായിച്ച്, എന്നിട്ട് പുതിയ നിയമത്തിൽ നിന്ന് എബ്രായർ 3:1 വായിക്കുന്നു. ഈ 2 വാക്യങ്ങളാണ് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. യെശയ്യാപ്രവചനം 45-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം വായിക്കുന്നു. ശ്രദ്ധിക്കുക. സകല ഭൂസീമവാസികളുമായുള്ളവരെ, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. ഞാനല്ലാതെ വേറൊരു ദൈവവും. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ലുക്ക് ടു മീ, എന്നിലേക്ക് നോക്കുവിൻ. എല്ലാ ഭൂസീമവാസികളുമേ എന്നിലേക്ക് നോക്കി രക്ഷപ്പെടുക. ഞാനാകുന്നു ദൈവം, വേറെ ഒരു ദൈവം ഇല്ല. സകല ഭൂസീമവാസികളോടും പറയാം. സകലരോടും. ആണെന്നില്ല, പെണ്ണെന്നില്ല, ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, സമുദായമില്ല, ഒരു ജാതിയില്ല, ഒന്നുമില്ല. എല്ലാരോടും പറയാം. സകല ഭൂസീമവാസികൾ, ഈ എർത്തിലെ അറ്റം വരെയുള്ള എല്ലാത്തിനോടും പറയാം. ആരിലേക്ക് തിരിയണം, ആരിലേക്ക് നോക്കണം? കർത്താവ് പറയും, എന്നിലേക്ക് തിരിവിൻ, എന്നെ നോക്കൂ. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ഞാനല്ലാതെ വേറൊരു, നീ രക്ഷപ്പെടാൻ, നീ രക്ഷ പ്രാപിപ്പാൻ ഞാനല്ലാതെ വേറെ ദൈവം. ഇത് ലോകത്തിന് മുഴുവനുള്ളൊരു ദൂതാണ്. സകല ലോകത്തോടുള്ള ദൈവത്തിന്റെ ശക്തമായ ഒരു ദൂതാണ്. സകല മനുഷ്യനെയും ദൈവം തന്നിലേക്ക് വിളിക്കുന്നൊരു വിളിയാണ്. സകല ഭൂസീമവാസികളുമായുള്ളവേ എന്നിലേക്ക് നോക്കുവേ. നോക്കി നിങ്ങൾ എന്ത് ചെയ്യാ? രക്ഷ പ്രാപിക്കാം. അടുത്തത് എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. ഇവിടെ പറയുന്നു, സ്വർഗീയ വിളി കിട്ടിയ വിശുദ്ധ സഹോദരന്മാരെ, ദൈവ മക്കളെ, നാം സ്വീകരിച്ചു പറയുന്ന, നാം രക്ഷയേറ്റു പറയുന്ന നമ്മുടെ രക്ഷകനായ, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ പറയുന്നത് വേറൊരു തലത്തിലാണ്. മറ്റേ നമ്മൾ വായിച്ച സകലവാസികളും, ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, എല്ലാം ആരിലേക്ക് നോക്കണം? നോക്കിയാൽ നീ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ ഒരേ ഒരു നാമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. രക്ഷ അനുഭവിപ്പാൻ ഒറ്റ നാമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. നമുക്കെല്ലാവർക്കും രക്ഷ വേണം.
സാമ്പത്തിക നന്മ ചിലപ്പോ കുറച്ചു പേർക്ക് വേണം, വേണ്ട. തലമുറയുടെ വിഷയത്തിന് വിടുതല്, ചിലർക്ക് വിടുതൽ കിട്ടിയവരുണ്ട്, ചിലർക്ക് വിടുതൽ കിട്ടാനുള്ളത്. എല്ലാവർക്കും എല്ലാം വേണ്ട. കുടുംബത്തിന്റെ സമാധാനം, ചിലർ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ചിലർക്ക് സമാധാനം വേണം. പക്ഷേ രക്ഷ എല്ലാവർക്കും വേണം. രക്ഷ എല്ലാവർക്കും ചെയ്യണം വേണം. കാരണം എന്താ? ഈ ശരീരമല്ല നമ്മള്. ഇത് നാളെ മണ്ണോട് ചേരാനുള്ള വേറൊരു ഫ്ലഷ് ശരീരം അല്ലേ? അത്രേ ഉള്ളൂ നമ്മള്. അതാണ് ശരീരം. പക്ഷേ നമ്മുടെ അകത്ത് ഒരു ആത്മാവുണ്ട്. മനുഷ്യന്റെ അകത്ത് എന്തോ ഉണ്ട്? മനുഷ്യന്റെ ആത്മാവ്. ഈ ആത്മാവിന് എന്തോ വേണം? ഇതേ മണ്ണോട് ചേരൂ. അകത്തത് ആത്മാവിന് മരണമില്ല, അത് നിത്യ. മരിക്കുമ്പോ ആത്മാവ് പോകും. ആത്മാവിനൊരു നിത്യതയുണ്ട്. അത് കർത്താവ് ഒത്തുള്ള നിത്യമായ സ്വർഗീയ അനുഭവം വേണോ, അതാ നാശത്തിന്റെ നരകത്തിന്റെ അവസ്ഥയ്ക്ക് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ തീരുമാനമാണ്. അതിനാണ് എല്ലാവർക്കും എന്തോ വേണ്ടത്? രക്ഷ വേണ്ടത്. സകല ഭൂസിനിവാസികളെ, ഇന്ന പ്രശ്നമുള്ളവരെ എന്നിലോട്ട് നോക്കാനല്ല പറഞ്ഞ്, സകലതും എന്നിലേക്ക് തിരിഞ്ഞ് എന്തോ വേണം? രക്ഷ പ്രാപിക്കണം. ഇന്നിവിടെ വന്നിരിക്കുന്ന സകലരോടും പറയുന്നു, രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. അവനല്ലാതെ വേറൊരു രക്ഷകനില്ല. വേറെ ആർക്കും രക്ഷിപ്പാൻ സാധിക്കത്തില്ല. നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ ഗിമിക്ക് കാണിച്ച്, ഹല്ലേലൂയ, എൻ്റെ വിഷയത്തിന് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ വ്യത്യാസം ഉണ്ടായി എന്നൊക്കെ ഒരു ഗിമിക്കുകൾ കാണിച്ച് തോന്നലുണ്ടാകാം, കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം അവിടെ കൊണ്ട് അവസാനിക്കും. ഒരുത്തനും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കാൻ പറ്റുന്ന ഒറ്റ നാമം യേശു കർത്താവിന്റെ നാമം. വിടിപ്പിക്കാൻ പറ്റുന്ന നാമം യേശു കർത്താവിന്റെ നാമം. ഹല്ലേലൂയ. അടുത്തതാണ് നമ്മൾ വായിച്ച എബ്രാവിൽ പറയുന്നു. അതാർക്കെന്നറിയോ? യേശു കർത്താവ് ഈ രക്ഷയിലേക്ക് വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് വന്ന ദൈവ പൈതലിനോട് സ്വർഗീയ വിളി കിട്ടിയ, കർത്താവിങ്കിലേക്ക് വരുന്ന ഒരു ഭയങ്കര വിളിയ, ഇൻവിറ്റേഷനാണ്, സ്വർഗീയ കോളിംഗ് ആണ്. ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ വന്നിട്ട് നിങ്ങൾക്കൊരു ലെറ്റർ തരികയാണ്. ഈ വരുന്ന ന്യൂ ഇയർ ക്രിസ്മസിന് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചുള്ള വിരുന്നിൽ നിങ്ങൾക്ക് കുടുംബമായ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. നമുക്കെല്ലാവർക്കും സന്തോഷമില്ലയോ? സന്തോഷം അല്ലേ? പോട്ടെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ ഒരു വിരുന്ന് നടക്കുന്നു, നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുന്നു. ഈ ലെറ്ററുമായി വന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് നോക്കിക്കോ. നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ? കാരണം ഇതുവരെ വിളിച്ച നമ്മുടെ ബന്ധുവും കൊച്ചപ്പനും ചിറ്റപ്പനും ബന്ധുവിന്റെ ബന്ധുവും വിളിച്ച ഇൻവിറ്റേഷൻ അല്ല ഈ ഇൻവിറ്റേഷൻ. ശരിയല്ലേ? ഇതുവരെ വീട്ടിൽ കൊണ്ടുവന്ന വിസിറ്റിംഗ് കൊണ്ടുവന്ന കല്യാണക്കുറിയുടെ കുറി അല്ല ഈ കുറി. ഇത് വേറെയാണ്. ഇത് ഗവൺമെന്റിന്റെ എംബ്ലമൊക്കെ ഉള്ള കിടുക്കൊരു വിളിയാണ്. അതിനേക്കാൾ വലിയ വിളിയാണ് സ്വർഗീയ വിളി. അതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ കൂടെ ഒരു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാൻ. അതിന് ഓഹരിയ പോർഷൻ. സാലറി എന്നല്ല, സാലറി വേറെ, ഓഹരി വേറെ. കമ്പനി രണ്ടുണ്ട്. ജോലി ചെയ്ത് സാലറി വാങ്ങിക്കുന്നവരുണ്ട്. എന്നാൽ ചിലരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ, അവരങ്ങനെ വരികയോ ജോലി ചെയ്യാറൊന്നുമില്ല. പക്ഷെ ആ കമ്പനി കുറച്ച് കാശ് മുടക്കിയിട്ടുണ്ട്. മാസാമാസം അതിന്റെ വരുമാനത്തിന്റെ ലാഭത്തിന്റെ 1% ആർക്ക് പോകും? ഓഹരിക്കാരന് പോകും. ആണ് ആ ഓഹരിയുടെ പണി. നമ്മൾ കർത്താവിന്റെ ഓഹരിക്കാരാണ്. അവരോട് പറയുന്നു, ഒരിക്കൽ നോക്കിയിട്ട് മാത്രം പോരാ, ആ കർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. തുടർമാനമായ അനുഭവമാണ്. ഒരിക്കൽ മാത്രം നീ നോക്കി പിന്നെ
പിന്മാറിപ്പോകുകയല്ല, നിരന്തരമായി നിന്റെ കണ്ണ് കർത്താവ്, നീ ആരാ ക്രിസ്തുവിൽ എന്ന് മനസ്സിലാക്കി മറ്റേ രക്ഷപ്പെടാനുള്ള വിളിയാ. ഒന്നും അറിയത്തില്ല, കർത്താവിലേക്ക് തിരിഞ്ഞൊരു വിളി. ഇതല്ല, നീ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണെന്ന് അറിഞ്ഞ്, നീ ക്രിസ്തുവിൽ ആരാണെന്നറിഞ്ഞ്, മകനും അവകാശിമാനെന്നറിഞ്ഞ നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണു വേറെങ്ങും പതിയരുത്, കർത്താവിലേക്ക് നോക്കുക. നിന്റെ ചിന്ത കർത്താവായിരിക്കണം. നീ ആരെ കൂടുതൽ കൺസിഡർ ചെയ്യണം? കർത്താവിനെ കൂടുതൽ കൺസിഡർ ചെയ്യണം. നിന്റെ ഫോക്കസ്, ശ്രദ്ധ എവിടെ ആയിരിക്കണം? യേശു കർത്താവിലായിരിക്കണം. നമ്മുടെ തോട്ട് മുഴുവൻ കർത്താവിനെ ചിന്തിക്കുന്ന. അപ്പൊ രണ്ട് വചനം വായിച്ചു. ഒന്ന്, സകല ഭൂസീമവാസികളുമേ നിങ്ങൾ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടും. രണ്ട്, സ്വർഗീയ വിളി കിട്ടിയവരെ യേശു ക്രിസ്തുവിനെ നോക്കുക എന്നല്ല, ശ്രദ്ധിച്ചു നോക്കുക. കണ്ണും മാറല്ല, നോട്ടമുണ്ട്, ശ്രദ്ധിച്ചു നോട്ടമുണ്ട്. ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ചിലതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം നമ്മെ വിളിക്കുകയാണ്. കർത്താവിലേക്ക് നോക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. ഈ വചനം രണ്ട് വചനോട് ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന്, ദൈവം ഒരു അറ്റൻഷൻ തരിക. സകല ഭൂസീമവാസികളെ എല്ലാവരോടും പറയാം, ഒരു അറ്റൻഷനാ ദൈവം വിളിക്കുന്നത്. സകല, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ. കണ്ടോ? മറ്റേത് സകലത്തിനെ വിളിക്കുക, വാ എന്നിലേക്ക് നോക്ക്. രക്ഷപ്പെടാൻ വേറെ നാമമില്ല, വേറെ ആളില്ല. രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചവനോട് പറയുക, സ്വർഗീയ വിളി കിട്ടിയവനെ, സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരാ, നീ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഒരു കോമൺ വിളിയാണ്, ഒരു നമ്മുടെ അറ്റൻഷൻ ചെയ്യാൻ. എന്നിട്ട് എന്താണ്? വിശ്വാസിച്ച് ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? ആശ്രയിക്കുക. ദൈവം ആരെയും വിടുന്നില്ല. സകലരോടും പറയാം, സകല ഭൂസീമവാസികളെ നിങ്ങൾ എങ്ങിലേക്ക് വരും? ദൈവത്തെ നോക്കുക. കർത്താവിനെ നോക്കിയാൽ എന്ത് ചെയ്യും? രക്ഷ. കർത്താവിനെ നോക്കിയാൽ ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് അറിയാം, നിത്യജീവൻ, രക്ഷപ്പെടുന്ന അനുഭവം. അത് യേശുവിനെ നോക്കിയാലേ പറ്റൂ. പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കുന്നു. യോഹന്നാൻ 3:14-15 വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കണ്ടോ? ദൈവപുത്രനെ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? എങ്ങനെ ഉയർത്തണം? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. മോശ മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉയർത്തി. അതൊരു അടയാളമാണ്. എന്തിന്റെ അടയാളം? പുതിയ നിയമത്തിൽ ആരെ ഉയർത്തണം? ഈ പിശാചിന്റെ തലയെ തകർത്തവനായ യേശുവിനെ ഉയർത്തണം. അങ്ങനെ ഉയർത്തിയാൽ ആ നോക്കുന്നവർക്ക് എന്ത് കിട്ടും അറിയാം? 15, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു തന്നെ. അങ്ങനെ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. എന്താ ഈ സംഭവം? പെട്ടെന്ന് എടുത്തേ. സംഖ്യാപുസ്തകം 21:5, 6, 7, 8 വളരെ മനോഹരമാക്കി. എല്ലാവരും ഇത് ശ്രദ്ധിക്കണേ, എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സംഖ്യാപുസ്തകം, നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 5-8. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ശ്രദ്ധിച്ച ഇവിടെ സംഭവം എന്ന് പറയാം, അത്ഭുതമൊക്കെ നടന്ന്. ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണേ. എന്തിനാ? യേശുവിനെ നോക്കണം, യേശുവിനെ വിശ്വസിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം പറയും. ദൈവത്തിന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. അവർ യാത്ര തിരിക്കുക. യാത്ര കഴിഞ്ഞപ്പോ പിറുപിറുപ്പ് തുടങ്ങി. മനുഷ്യൻ അങ്ങനെ, എത്ര വിടുതൽ കിട്ടിയാലും അടുത്ത മിനിറ്റിൽ വിടുതൽ ഉടനെ കണ്ടില്ലെങ്കിൽ നമ്മൾ
പറ, നമ്മളെല്ലാം എന്ത് ചെയ്യും? അത് കണ്ടില്ലല്ലോ. തൊട്ട് മുമ്പത്തെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തിൽ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, എല്ലാവരും നോക്കിയേ. ഈ 2025 ഈ 11-ാം മാസത്തിലെ ഈ ഇന്നേ ദിനം വരെ ദൈവം കൊണ്ടുവന്നില്ലേ? പറ. ഈ വർഷം തുടങ്ങിയപ്പോ എത്ര പ്രഷറിൽ കൂടെ കടന്നുപോയെ? ഒത്തിരി കണ്ണീരോടെ നിങ്ങൾ കണ്ടില്ലേ? മാറി മാറി വേദനിച്ചില്ലേ? എത്ര പേർക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു? പലരും പല രീതിയിൽ പ്രതികരിച്ചു. തറയിൽ കിടന്നോ, തലങ്ങണ വെച്ചോ, പല രീതിയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെല്ലാം പ്രതികരിച്ച് കരഞ്ഞിട്ടുണ്ട്. തീർന്നില്ലേ? പക്ഷേ ഇന്നും നിന്നില്ലേ? ഇന്നും നിർത്തിയില്ലേ? ഹല്ലേലൂയ. അത് തന്നെയാ ജയം. പ്രതിസന്ധി വന്നപ്പോഴും നിന്നെ ജയിപ്പിച്ചില്ലേ? പോരാട്ടം വന്നപ്പോഴും നീ ഇന്നും പ്രതികൂലത്തിന്റെ മധ്യത്തിലും അത്ഭുതം കാണിച്ച് ദൈവം നിർത്തിയില്ലേ? ആയുസ്സ് തന്ന, ആരോഗ്യം തന്നു നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ തലയെ തൊട്ട് ഞാൻ ദൂത് പറയാം, വെറുതെ അല്ല നീ ജീവിച്ചിരിക്കുന്നത്. അടുത്തത് എന്തോ ദൈവം നിന്റെ കണ്ണ് തുറന്ന് നിന്നെ ദൈവം കാണിക്കാമായ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോക്കത്തോ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ 8-ാം മാസം മുതൽ വല്ലാതെ പോരടിക്കാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങളെ ദൈവം അറുത്തു മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. എന്തിനോടൊക്കെ അടുത്ത് വന്ന പോലെ കഴിഞ്ഞ കുറച്ചും നാളായി അങ്ങനെ അടുത്ത് വന്ന ചില മണ്ഡലങ്ങളെ പൊട്ടിച്ച് ഒരു ദൈവപ്രവൃത്തി ഇറങ്ങട്ടെ. സിസ്റ്റർ ശക്തമായി പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ കരം ചലിക്കാൻ പ്രാർത്ഥിച്ചോ എന്ന് സിസ്റ്ററിനോട് ആത്മാവ് ദൂത് പറയുന്നു. അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ കയ്പിനെ മധുരമാക്കുന്ന കർത്താവ് ചില ദൈവപ്രവൃത്തികളെ ജീവിതത്തിൽ കാണിക്കുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഉഡാബ ശാംബര ദിഗൽക്കര റിഗഡരഗദിയാന്തര അചൽക്കര ദിഗൽക്കര റിവൽക്കര ദിഗൽക്കര ലേബാ ശാബാ ബാബാ ബാബാ ദബാലബാ ദിബാ 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 ദിബാലബാ തബാദിയ ലൽബാ രഹന്തര ജീവൽക്കര റിഗദിയാന്തര റിഗദിയാന്തര റേന്തി കത്തി. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, മകളെ വിശ്വസിച്ചോ, ഇനിയുള്ള നാളിൽ ഉണർത്തപ്പെടുന്നതിന്റെ നാളുകൾ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി. ഉല്ലാസത്തിന്റെയും ജഗത്തിന്റെയും കോശം ഭക്തന്മാരുടെ കൂടാരങ്ങളിൽ കേൾപ്പിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച കൂടാരത്തിനകത്തളങ്ങളിൽ ദൈവദൂതന്മാരിറങ്ങട്ടെ. ആ ചേഞ്ചിന് വെച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതം കാണാം. ഹൽവ 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 ഹൽക സേദിയ റിക്കത്തി ചില മാറ്റം വരാൻ പോയ ഇതെല്ലാം നിറഞ്ഞ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി ചിലർക്ക് ചില മാറ്റം ഉണ്ടാവും. ചുമ്മാ പറയുന്നതല്ല, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മൾ ദൈവദാസന്മാർ നമുക്കറിയാം. എൻ്റെ വിശ്വാസം പറയുന്നത് ചില മീറ്റിങ്ങിൽ നമുക്കറിയാം അവിടെ ഇറങ്ങുന്ന ഒരു സാന്നിധ്യം അത് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവും.
ഇന്ന് ഒരാൾക്കായിരിക്കാം, നാളെ വേറൊരാൾക്കായിരിക്കാം. ഇന്ന് അങ്ങനത്തെ ഒരു ദൈവതലം ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും വിശ്വസിച്ചോ, സ്പാർക്ക് അടിച്ചാൽ മതി, അത് വിടുതലായിട്ട് മാറും. അല്ലാതെ അങ്ങനെ നിങ്ങൾ ചിലർ തെറ്റിയിരിക്കും. അയ്യോ, എനിക്ക് മറ്റുള്ളവരെ പോലെ കൈയടിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ ഉയരാൻ പറ്റില്ല, മറ്റുള്ളവരെ ജമ്പ് ചെയ്ത് ആരാധിച്ചില്ല. അതൊന്നും വിഷയമല്ല. അത് വ്യത്യസ്ത രീതി ദൈവം ഇടപെടും. അതൊന്നും വിടുതലിന്റെ വിഷയത്തിന്റെ അകത്തല്ല. ആത്മാവ് ചിലപ്പോൾ ശാന്തമായി ഇരുന്നവനെയും തൊടും. എനിക്ക് അനുഭവമുണ്ട്. കുറെ നോക്കുമ്പോ ഞാനൊരു മെസ്സേജ് പറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ ഭയങ്കര ശാന്തമായി, അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഞാൻ നോർമലി നമ്മൾ നിൽക്കട, ബാക്കി എല്ലാവർക്കും ഭയങ്കര വിടുതലായി, ആ വ്യക്തിക്കും ദൈവം ഒന്ന് തൊട്ടില്ലയോ, നമുക്കൊരു വിഷമമുണ്ട്. നോർമലി അങ്ങനെ യഥാർത്ഥ ദൈവദാസനിൽ നമ്മൾ പ്രസംഗിക്കും മാത്രം നമ്മൾ പ്രാർത്ഥിക്കർത്താവേ, ഇന്ന് കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ദൈവസ്പർശനം ഉണ്ടാകണേ, അവർക്കൊരു മാറ്റം ഉണ്ടാവണേ, അവർക്കൊരു ആശ്വാസം ഉണ്ടാകണമേ, അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം. അതാണ് ഒരു ദൈവദാസ വേലയിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കുന്നത്. അവിടെ ജനത്തിന്റെ വിടുതൽ, അവർക്കൊരു മാറ്റം ഉണ്ടാകണം. നിങ്ങൾ അസ്വസ്ഥപ്പെട്ടാൽ ശുശ്രൂഷകർക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുണ്ടാകും. എത്രയോ സഭയുടെ വിഷയങ്ങൾ വിളിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഉറങ്ങത്തില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു വല്ലാത്ത വിഷയം സഭാമക്കൾ വിളിച്ചു പറയുന്നത്. സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഒരു വൈഫിനോട് ചോദിച്ചു, ഞാൻ ചിലപ്പോൾ പറയും വേണ്ട മതി, ചിലപ്പോൾ ആ മൈൻഡിൽ മറ്റേതാ കിടക്കുന്നത്. പിന്നെ എത്ര ടേസ്റ്റുള്ള ആഹാരം മുമ്പിൽ തന്നാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. നമ്മുടെ ഉള്ളിൽ കർത്താവേ, അവരൊരു വല്ലാത്ത പ്രതിസന്ധി കൂടാണല്ലോ, ഇച്ചിരി നേരം പ്രാർത്ഥിക്കണം, അവരെ ഓർത്ത് നമ്മുടെ മൈൻഡ് മാറും. സ്വാഭാവികമാണ്. നമ്മുടെ അങ്ങനെ നിങ്ങൾക്കറിയാം, വിഷയം വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ വിഷയം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കിടന്ന് ഉറങ്ങിയാലും നമ്മുടെ ഉറക്കം പോകും. കാരണം നമുക്ക് അങ്ങനല്ല. കാരണം അവർക്കൊരു നന്മ ഉണ്ടാകണം, ദൈവമേ, അവർക്കൊരു മാറ്റം ഉണ്ടാകണം. അവരുടെ ജീവിതത്തിൽ അവരൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടല്ലേ വിളിച്ചേ. അവരെന്തിനാ വിളിച്ചറിയിക്കുന്നത്? അത്ര എന്തോ ഒരു പ്രശ്നം വന്നുകൊണ്ടല്ലേ വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ വിഷയം മാറും. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ പ്രശ്നം എന്തായിക്കോട്ടെ, പ്രതിസന്ധി എന്തോ ആയിക്കോട്ടെ, ഏത് അനുഭവം ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവപ്രവൃത്തിയാണ്. അപ്പൊ ഞാന് കുറച്ചാക്കുമ്പോഴതാണ് ഒരു വ്യക്തി ശാന്തമായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ 2 മീറ്റിംഗ് എൻ്റെ ജീവിതത്തെ ദൈവം തൊട്ടു, എൻ്റെ ഇന്ന വിഷയത്തിന് വിടുതലായി. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് പക്ഷെ ആഴത്തിൽ ആത്മാവ് സ്പർശിച്ചു. വ്യക്തിക്ക് ആത്മസാന്നിധ്യം ഇറങ്ങി, ബാഹ്യ പ്രകടനം ഒന്നും തോന്നിയില്ല, പക്ഷെ വിഷയത്തിന്റെ വിടുതലായി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയില്ലേലും ഉള്ളിൽ ഇതിനെ പ്രാപിച്ചുകൊണ്ട് പോയാൽ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അതുവരെ നന്മ കിട്ടിയെങ്കിലും മോശയ്ക്കും അഹരോനും വിരോധമായി സംഖ്യ 21:5 പറയുന്നു, അവരെന്ത് ചെയ്തു? സംസാരിച്ചു. ഇനി അവർ പറയുന്ന വാക്ക് ഭയങ്കര ശ്രദ്ധ വായിച്ചോ. മരുഭൂമിയിൽ മരിക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. അവർ പറയും, ഇപ്പൊ ഇവിടെ എന്തില്ല? അപ്പവുമില്ല വെള്ളവുമില്ല. എന്നിട്ട് പറഞ്ഞ അർത്ഥം, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. മന്ന ഉണ്ട്, രാവിലെ മന്ന കിട്ടുന്നുണ്ട്, അത്യാവശ്യം വെള്ളം വേണപ്പം പാറ വിളന്ന് എന്തോ വരുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷെ അവര് പറയാ, ഞങ്ങൾക്ക് അപ്പവും ഇല്ല വെള്ളവും ഇല്ല. എന്നിട്ട് പറയാം, ഇപ്പൊ കിട്ടുന്ന ഭക്ഷണം അതൊരുമാതിരി സാരം, അത്ര വലിയ പരിഗണയില്ല. അങ്ങനത്തെ ഇനി 6ാമത്തെ വാക്യം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. ഇത് ഒരു പരീക്ഷണമാണ്. അഗ്നിസർപ്പങ്ങൾ എവിടെ ഇറങ്ങി? ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി. ശ്രദ്ധിച്ചോണം. അവ ജനത്തെ കടിച്ചു. ഇതങ്ങോട്ട് ഇറങ്ങി എന്ത് ചെയ്യാൻ തുടങ്ങി? കടിക്കാൻ തുടങ്ങി. ദൈവം അനുവദിച്ച ജനത്തെ ഇത് കടിക്കാൻ തുടങ്ങി. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അങ്ങനെ നല്ലൊരു ജനം എന്ത് ചെയ്തു? ഒരു സൈഡിൽ അങ്ങ് പിറുപിറുത്ത് ഭയങ്കര ദൈവത്തെ വെല്ലുവിളിക്കുന്ന സംഭവമായി. അപ്പുറത്തേക്ക് അഗ്നിസർപ്പങ്ങൾ മരുഭൂമിയിലല്ലേ, ഇവരറിയുന്നില്ല, ഇറങ്ങുക, കടിക്കുക, അങ്ങ് മരിച്ചു വീഴുക. അടുത്തത് ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് കാര്യം മാറി. ഇപ്പൊ അവരെന്തോ ചെയ്യണം? ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സത്യം പറഞ്ഞാൽ ചില പ്രതിസന്ധി വന്നത് ദൈവം അനുവദിച്ചത് നാം പ്രാർത്ഥിക്കാൻ.
അടുത്തിരിക്കോട്ടെ, ചിലത് വന്നത് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അല്ലെ ജീവകാലത്ത് പ്രാർത്ഥിക്കത്തില്ല, അല്ല എന്ത് ചെയ്യത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോ അയ്യോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ ദൈവത്തോടും നേതൃത്വത്തോടും വെല്ലുവിളിച്ചു. അടുത്ത് മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി. അപ്പം ദൈവത്തോട് മോശ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. നീ ഏതാണോ കടിച്ചത് ഇതേ ഒരു സാധനം നീ എന്ത് ചെയ്യാ? ഉണ്ടാക്കി എന്ത് ചെയ്യണം? കൊടിമരത്തെ തൂക്കണം. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. ഈ മരിച്ചു വീഴാൻ സാധ്യതയുള്ള കടിയേക്കുന്നതാണല്ലോ. കടിയേറ്റ് പോന്നവൻ പൊയ്ക്കോട്ടെ, കടിയേറ്റവൻ ആരെങ്കിലും ആ മരത്തിലേക്ക് നോക്കുന്നവൻ, ആ കൊടിമരത്തെ തൂക്കിയതിനെ നോക്കുന്നവൻ ജീവിക്കും. മനുഷ്യപുത്രനെ ഉയർത്തിയാൽ, പുതിയ നിയമത്തിൽ പറയുന്നു, ആരെങ്കിലും അവങ്കിലേക്ക് നോക്കിയാൽ എന്തിന്റെയൊക്കെ ശാപത്തിന്റെ രോഗത്തിന്റെ മണ്ഡലത്തിന്റെ കടിയേറ്റ നിന്റെ ജീവിതത്തെ നീ കർത്താവെങ്കിലേക്ക് നോക്കിയാൽ, ഹല്ലേലൂയ, രണ്ട് കല്ലന്മാരുടെ നടുവിൽ മൂന്നാണികളുടെ മേൽ ആ പൈന്മേൽ കുരിശിന്റെ മേൽ എന്റെ കർത്താവ് തൂങ്ങി നിൽക്കുമ്പോ ആ കതിലേക്ക് നോക്കുന്നവൻ ആരുണ്ടോ? ജീവിതത്തിൽ ഏതൊക്കെ കടി നീ ഏറ്റാലോ നീ ഓടി അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ രക്ഷപ്പെടും. പഴയ നിയമത്തിൽ എന്തൊക്കെയുണ്ടോ അത് നിഴലാണ്, പുതിയ നിയമത്തിൽ അതിന്റെ പൊരുൾ വെളിപ്പെടും. പഴയ നിയമത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു, കടിയേറ്റവൻ അങ്ങോട്ട് നോക്കിയ രക്ഷ പ്രാപിക്കോ. ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നു, പാപത്തിന്റെ രോഗത്തിന്റെ ശാപത്തിന്റെ കടിയേറ്റ നീ നിനക്ക് വേണ്ടി കാൽവരി മരക്കുരിശിൽ മരിച്ച കർത്താവിനെ നീ നോക്കിയാൽ, വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. കഴിഞ്ഞ നാളിൽ പിശാച് നിന്നെ കടിച്ചല്ലേ, പൈശാചിക വ്യാപാരങ്ങൾ നിന്നെ കടിച്ചല്ലേ, പാരമ്പര്യ ശക്തികൾ നിന്നെ കടിച്ചല്ലേ, അത് രോഗമാകട്ടെ അത് ശാപമാകട്ടെ, നീ യേശുവിനെ വിശ്വസിക്ക്, യേശുവിനെ നോക്ക്. ഇന്നത്തെ ആരാധനകൾ എവിടേക്കോ കടിയേറ്റ ചിലത് നിന്നെ ചില പൈശാചിക മണ്ഡലങ്ങൾ കഴിഞ്ഞ നാളിൽ കടിച്ചു, പക്ഷെ ഇന്ന് നീ രക്ഷപ്പെടും. ഇന്ന് ആരോടൊക്കെ ദൈവം ദൂത് പറയാ, നിന്നെ കടിച്ച ചില മണ്ഡലങ്ങൾ, നിന്നെ കഴിഞ്ഞ നാളിൽ പൈശാചിക വ്യാപാരങ്ങൾ, സർപ്പ വ്യാപാരങ്ങൾ, സർപ്പൻ സ്പിരിറ്റുകൾ, സർപ്പ വ്യാപാരങ്ങൾ അറിയട്ടെ. നിന്നെ കേറി കടിച്ച നിന്റെ വീട്ടിൽ കേറി വ്യാപരിക്കുന്ന അതിന്റെ മേൽ നിന്നുകൊണ്ട് looking unto Jesus, യേശു ക്രിസ്തുവിനെ നോക്കുക, നീ രക്ഷപ്പെടും, നീ ജീവിക്കും. ഇന്ന് ശക്തമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങിയ അദൃശ്യ മണ്ഡലത്തിൽ നിന്റെ മരുഭൂയാത്രയിൽ നിന്നെ കേറി കടിച്ച ചില സർപ്പ വ്യാപാരങ്ങൾ, ചില ഇരുട്ടിന്റെ ശക്തികളുണ്ട്. നീ ഇന്ന് വിടിവിച്ച് പുറത്തു വരാൻ പോയോ? കഴിഞ്ഞ നാളിൽ നിന്നെ കടിച്ച ചിലതിന്റെ മേൽ നിന്ന് നീ കർത്താവിലേക്ക് നോക്കിക്കോ, നീ ജീവിക്കും, നീ രക്ഷപ്പെടും. ഇന്ന് കഴിഞ്ഞ ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ ആർക്കെങ്കിലും തോന്നുമെങ്കിൽ എന്നെ എന്തൊക്കെയോ ഇരുട്ടിന്റെ പാരമ്പര്യ ശക്തികൾ ചില വിഷയത്തെ എന്നെ കടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇന്ന് വിടലെടുക്കാൻ സമയമായി. ഇന്ന് അരിയാൻ പോയത് അതാ യോഹന്നാൻ പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാണ്. എന്തിനാ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞേ? നീ ഒന്ന് നോക്കാനാ, നിങ്ങളൊന്ന് വിശ്വസിക്കാനാ. നീ രക്ഷപ്പെടും. ഒന്ന് കർത്താവിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടാം. നീ ജീവൻ വെക്കും, അല്ല നീ മരിച്ചു വീഴും. ഇന്ന് കുഴപ്പമില്ലാതെ ഓടിയാലും കടി കിട്ടിയിട്ടാ നീ ഓടുന്നേ, കടി കിട്ടിയിട്ടാ നീ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത്. അധികം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർത്താവിലേക്ക് തിരിയാ. ചിലപ്പോ കടി കിട്ടുമ്പോ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, കുഴപ്പം പിന്നീട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിലേക്ക് നോക്ക്. ഒരു കാര്യം പറയാം, അടുത്ത നമ്പർ 2. ഇന്നും മെസ്സേജ് പൂർത്തീകരിക്കാൻ പറ്റില്ല, പക്ഷെ നിയോഗത്തോടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഇനി ശ്രദ്ധിച്ചേ, കർത്താവിലേക്ക് നോക്കിയാൽ രക്ഷ കിട്ടും, ജീവൻ പ്രാപിക്കും. നമ്പർ 2, കർത്താവിലേക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞു നീ ലജ്ജിക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനം, അവങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖമോ ഇത്രയും ചിന്തിച്ച്, ഞാൻ പിക്ചറായിട്ട് പറയാം, വീഡിയോ കാണുന്ന പോലെ പറയാം. അവങ്കിലേക്ക് നീ എന്തോ ചെയ്യണം? അങ്ങോട്ട് നോക്കണം. നോക്കിയാൽ പിന്നെ വെളിച്ചോ. അടുത്തത്, അവയ്ക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖമോ ലജ്ജിക്കുന്ന പറഞ്ഞാൽ പിന്നെ എന്ത്? നമ്മൾ ലജ്ജിക്കിരിക്കുക എന്ന് പറഞ്ഞത് പിന്നെ ഇതിന് സമ്മതിക്കത്തില്ലെന്ന്. അങ്ങോട്ട് നോക്കിയാൽ ഈ പരിപാടി നടക്കത്തില്ലെന്ന്. ആമേൻ. മനോഹരമായ 1-2 വചനം ഒന്ന് ശ്രദ്ധിച്ച്. നമുക്കറിയാവുന്ന വചനം ഇതാ, സങ്കീർത്തനം 34:5. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ 2 വാക്യം വായിക്കണം. 123:2, സങ്കീർത്തനം 123:2, എന്നിട്ട് 145 നമ്മൾ വായിക്കാൻ പോവാം. സങ്കീർത്തനം ഇത് എല്ലാം മനസ്സിലൊന്ന് കുറിച്ചു വെക്കണം. മനസ്സിൽ നിന്ന് മായാതിരിക്കാനാണ് ഈ വചനം എടുത്ത് വായിക്കുന്നത്. സങ്കീർത്തനം 123:2. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഒന്നും കൂടെ നമുക്ക് എല്ലാവരോടും ഒന്നിച്ചങ്ങ് വായിക്കാമേ. സിസ്റ്ററും വായിച്ചോണം. നമുക്ക് എല്ലാവരോടും ഒന്നിച്ച് ഹൃദയത്തോടെ ഈ അകത്തോട് ചെവിയിലോട്ടൊന്ന് കേട്ടോ. എല്ലാവർക്കും ചെയ്യാം. ഓക്കെ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാസന്റെ കണ്ണ്, സർവന്റിന്റെ കണ്ണ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? അവന്റെ യജമാന്റെ കയ്യിലോട്ട്. ദാസിയുടെ സെർവൻ വുമന്റെ കണ്ണ് എങ്ങോട്ടായിരിക്കും? ആ വീട്ടിലെ യജമാനത്തി ആരാണോ അങ്ങോട്ട്. കാരണം ഇവർക്കറിയാം വല്ലോ നടക്കണമെങ്കിൽ രാവിലത്തെ ആഹാരം, ഉച്ചക്കത്തെ ആഹാരം, വൈകിട്ടത്തെ ആഹാരം, ചെയ്തതിന്റെ കൂലി എല്ലാം എവിടെ നിന്ന് കിട്ടണം? യജമാന്റെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ യജമാനത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടും. എന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് ഒരു പ്രാവശ്യം നോക്കൂന്നല്ല, അവൻ കൃപ ചെയ്യുവോളം, കൃപ ചെയ്യുവോളം, ലിമിറ്റില് എത്രത്തോളം കൃപ അനുഭവം അത്രത്തോളം നീ നോക്കിക്കൊണ്ടിരിക്കും. ഈ വാക്ക് മറക്കരുത്. ദാസന്മാരുടെ കണ്ണ് യജമാനൻ, ദാസിമാരുടെ കണ്ണ് യജമാനത്തിലേക്ക് എന്ന പോലെ കർത്താവേ ഞങ്ങൾ കൃപ ലഭിപ്പോളം നിന്നിലേക്ക് നോക്കുന്നു. അടുത്ത മനോഹരമായ വചനം 145:15-16. 145 സങ്കീർത്തനം
15. ഈ വചനം കൂടെ അകത്തേക്ക് കയറിയാൽ നിങ്ങൾ മറക്കില്ല. ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. 15, 16. എല്ലാവരുടെയും കണ്ണ്, എല്ലാവരുടെയും, ഉറക്കെ പറ, എല്ലാവരുടെയും കണ്ണ്. മറ്റേ ദാസനും ദാസി, ഇവിടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്തുകൊണ്ടാ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? തക്ക സമയത്ത് അവൻ എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. അടുത്ത് നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, തക്ക സമയത്ത് തൃക്കൈ തുറക്കും. തൃക്കൈ എന്ത് ചെയ്യും? തുറക്കും. അതുകൊണ്ടാ നിന്നെ നോക്കിയിരിക്കുന്നത്. നോക്കി നിൽക്കുന്നവരോട് ദൂത് പറയാ, തൃക്കൈ തുറക്കും. സകല ജഡത്തിന് എന്ത് ചെയ്യും? അവൻ ആഹാരത്തെ കൊടുക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് കണ്ണു പതിയുന്നൊരു ജീവിതം നമുക്കുണ്ടായിരിക്കും. അത് രക്ഷപ്പെടാൻ മാത്രമല്ല, പിന്നീട് നിരന്തരം ജീവിതയാത്രയും നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്ത, കണ്ണ് കർത്താവിൽ പതിഞ്ഞൊരു ജീവിതമായിരിക്കും. നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കും. സദാ ശ്രദ്ധിച്ച് കർത്താവിനെ, നീ ആരാന്ന് മനസ്സിലായാൽ, നമ്മൾ ദൈവ പൈതലാന്ന് മനസ്സിലായാൽ, അത് നമ്മുടെ വിടുതലായി. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ എന്തല്ല, നമ്മൾ ആരാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഈ വാർത്തയിലൊക്കെ കേട്ടും പറഞ്ഞിട്ടില്ലേ, ചില മൃഗങ്ങളൊക്കെ, കാട്ടുമൃഗങ്ങളൊക്കെ ചിലപ്പോൾ ശാന്തമായിട്ട് പോകും, ചിലപ്പോൾ ഭയങ്കര അക്രമസക്തമാവും. അപ്പൊ ആൾക്കാർ പറയാണ്, ഇപ്പഴാ അത് അതിന്റെ ശക്തി അത് തിരിച്ചറിഞ്ഞു. നമ്മളൊരു ആനയോ പുലിയോ ഒക്കെ കണ്ട ഷൂ ഷൂ എന്നെങ്ങാനും പറഞ്ഞ അത് ഓടിപ്പോവും. അതിന് ബോധം വന്ന നമ്മുടെ കാര്യം പോയി. പട്ടിയുടെ കാര്യവും അത് തന്നെ, ശരിയില്ലേ? നമ്മളിപ്പോ വലിയ ആളാന്നൊക്കെ നമ്മൾ വിചാരിക്കും, ഇന്നലെ ഒരു പട്ടി ഓടിയെന്ന് പറഞ്ഞിട്ട് നാളെ ഒരു പട്ടി ഓടണം യാതൊരു തീരുമാനവും ഇല്ല. അതെങ്ങാണം തിരിച്ചിങ്ങോട്ടം വന്ന അതിന്റെ പരിപാടി, നമ്മുടെ കാര്യം പോയി. അതുവരെ നമ്മളിങ്ങനെ ഷൂ ഷൂ എന്ന് പറഞ്ഞ് നിൽക്കത്തുള്ളൂ. ഇനി ഈവൻ പൂച്ചയാ പോലും, ശരിയല്ലേ? അത് നമുക്ക് പേടിയാ. ഒരു മാന്ത് കിട്ടിയതാ, പിന്നെ ആശുപത്രി പോയി പല ടീറ്റി എടുത്തോണ്ടിരിക്കും, അതിന്റെ പുറകെ പോണ്ടി വരും. ഹല്ലേലൂയ. അപ്പം അത് അതൊന്ന് തിരിച്ചു വന്നാൽ തീർന്നു, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ നമ്മൾ ജയമാണ്. നീ ദൈവത്തിന്റെ പൈതലാണ്, നീ അവകാശിയാണ്. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ. അതാ കണ്ണു തുറക്കാതെ, കണ്ണു തുറന്ന നീ ആരാന്ന് മനസ്സിലാകും. കണ്ണു തുറന്നില്ലെങ്കിൽ അയ്യോ പോയേ, എന്നെ ചുറ്റി വളഞ്ഞേ, അതാണ് നമ്മൾ പറയുന്നത്. കണ്ണു തുറന്നാൽ അല്ല, അവൻ ചുറ്റി വളഞ്ഞോട്ട്, അതിനേക്കാൾ വലുത് എന്റെ ജീവിതത്തിന്റെ അകത്ത്. ഇന്നൊരു തീരുമാനം എടുക്കണം. എന്റെ കണ്ണ് എന്റെ കർത്താവിലേക്ക് മാറിപ്പോകരുത്. പതറുമ്പോഴാണ് ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മൾ വീണു പോകുന്നത്. അതാണ് എബ്രായർ 3:1 പറയുന്നത്. അത് പ്രത്യേകിച്ച് എബ്രായ വിശ്വാസികളോട്. അവർ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ഏതും വലിയ വലിയ ആൾക്കാരോട് തിരിഞ്ഞു. അതാ പറഞ്ഞ ദൂതനും മോശയും നിന്റെ മഹാപുരോഹിതനേക്കാളൊക്കെ അപ്പുറമായ ശ്രേഷ്ഠനാണ് യേശു കർത്താവ്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു നോക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ഒരു ദൈവദാസനിൽ പറയാം, മറ്റൊന്നിനും പ്രാധാന്യമില്ല. പുതിയ നിയമ ക്രൈസ്തവ വിശ്വാസിക്ക് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ഉന്നതനില്ല, വേറൊരു അനുഭവങ്ങളുമില്ല. അതുകൊണ്ട് നിന്റെ ശ്രദ്ധ വേറൊന്നിലേക്കും തിരികരുത്. അത് ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലേക്ക്. എന്തുകൊണ്ടാണ്? നമ്മെ പോലുള്ളവർ എല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും ആചാരങ്ങളായി അനുഷ്ഠാനങ്ങളായി സമയവും കാലവും ഒക്കെ കണ്ടെത്തി വമ്പൻ ആഘോഷങ്ങളായി നമ്മൾ ഒന്നിനെ എടുക്കാത്ത എന്തുകൊണ്ടാ? പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ദൈവജനത്തിന്റെ സത്യത്തിൽ എല്ലാത്തിനും പരിഗണന യേശു കർത്താവ്. നീ എന്തിനെ ശ്രദ്ധിച്ചു നോക്കണം? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. മറ്റെല്ലാത്തിനും വിട്ടിട്ട് കർത്താവിനല്ലാതെ വേറൊരു പ്രാധാന്യമില്ല. ഹല്ലേലൂയ. കർത്താവിനല്ലാതെ വേറൊന്നിനും പ്രാധാന്യമില്ല. അങ്ങനെ കർത്താവിന് തലയായവനേക്കാൾ അതിനേക്കാൾ അപ്പുറത്ത് വേറെ ആരെന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അത് ദൈവികത്തിലേക്കല്ല വരുന്നത്. അതാ കൊലോസിലും പറയുന്നത്, നിങ്ങൾ തലയായ ക്രിസ്തുവിനെ
ഓടിക്കുമ്പോ ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞ എന്താണ്? ഈ കൈക്ക് എന്തെങ്കിലും പറ്റിയാലോ, ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ചിഹ്നമായി പോയാലോ തുന്നി ചേർത്തൊക്കെ രക്ഷപ്പെടുത്ത ഒരു 5-6 മാസമൊക്കെ കിടക്കണമെന്നുള്ള ആശുപത്രി. പക്ഷെ നരമ്പിനും തലയ്ക്കൊക്കെ എന്തിനും പറ്റിയ ഡെഡാ. അപ്പൊ തലയായ ക്രിസ്തുവിനെ അവിടുന്നാണ് നാഡി നരമ്പുകൾക്ക് ബലം കിട്ടുന്നത്. അപ്പൊ ക്രിസ്തുവിനെ വിട്ടാൽ നമ്മൾ പിന്നെ ഡെഡാ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ പലതും നമ്മുടെ മുമ്പിൽ വരും, ഡിസ്ട്രാക്ട് ആക്കിയത് മുമ്പിൽ വരും. അതിലേക്ക് നോക്കരുത്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. യേശു കർത്താവ് ഈ കടലിന്റെ മീതെ നടന്നു വരുന്ന സംഭവം എത്ര പേർക്ക് അറിയാം? അർദ്ധരാത്രി 4-ാം യാമത്തിൽ യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാര് ഒറ്റയ്ക്ക് പടകിലായിരുന്നു. യേശു പറഞ്ഞിട്ടാ യാത്ര തിരിച്ചത്. കാറ്റടിച്ച് കോള് വന്ന് തിരകൾ തള്ളിക്കേറി പടക് മുന്നുന്ന അവസ്ഥയായി. അവരാ കൂടെ പേടിച്ചു. പണ്ട് യേശു കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ യേശു അമരത്തും ഇല്ല. ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് യേശു എവിടെ കണ്ട് മലയിലാണോ പ്രാർത്ഥിക്കാമോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. യേശുവാ പറഞ്ഞ് ഇറങ്ങാത്തില്ല. യേശു പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. നമ്മളും അങ്ങനെ, യേശു വിളിച്ചു, നമ്മൾ ഇറങ്ങി തിരിച്ചു. യേശുവിന്റെ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ചു. ദേ കിടക്കുന്നു, യാമങ്ങൾ പിടിച്ചു നിൽക്കാൻ ആവുന്ന നോക്കി, കാറ്റ്, കോള്, തിരമാല, പടക് ഇപ്പൊ മുങ്ങിപ്പോവും. യാമങ്ങൾ ഇത്രയായി. ഹല്ലേലൂയ. പക്ഷെ 4-ാം യാമാകുമ്പോ ഒരു കാഴ്ച കാണുന്നു. ഒരുത്തൻ ഇങ്ങനെ നടന്നു വരുന്നു. ആദ്യം പേടിച്ചു, വല്ല ഭൂതം വല്ലതാണ്. കാറ്റും കോളും ഒക്കെ വരുമ്പോ ഭൂതമാണെന്ന് ചിന്തിച്ചു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാന്ന് പറഞ്ഞു. ആരായി ഞാൻ? നിന്നെ വിളിച്ച് ഇറങ്ങടാന്ന് പറഞ്ഞ് നിന്നെ ഇറങ്ങിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിലും ഏത് അർദ്ധരാത്രിയിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ ഞാനാ. ഇന്ന് പകൽ ദൈവ വിളി കിട്ടിയവനെ, കർത്താവ് വിളിച്ചവനെ, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ഈ യേശുവാണെന്ന് അറിഞ്ഞപ്പോ ഒരു മനോഹരമായ ഒരു വചനമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ എടുക്കണേ. ഞാൻ യേശുവാന്ന് അറിഞ്ഞപ്പോ പത്രോസ് ചാടി ഒരു കാര്യം പറഞ്ഞു. നീ ആണെങ്കിൽ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ നടന്നു വരാൻ നീ എന്ത് ചെയ്യണം? കൽപ്പിക്കും. നീ അവിടെ നിൽക്കുകയാണ്, നീ വെള്ളത്തിനരികിലേക്ക് വരുന്നു, കർത്താവ് നീ ആണെങ്കിൽ നീ കൽപ്പിക്കണം, ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യട്ടെ? നടന്നു വരട്ടെ. യേശു പറഞ്ഞു, പത്രോസേ നീ വരിക. പത്രോസ് സ്റ്റെപ്പ് വെച്ചു. സ്റ്റെപ്പ് വെക്കുമ്പോ ഞെട്ടിത്തിരിച്ച് അവൻ എന്തിനു മീതെ നടക്കുക? വെള്ളത്തിന് മീതെ നടക്കുക. പക്ഷെ അടുത്തൊരു വാക്കുണ്ട്, വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ വെള്ളത്തിന് മീതെ നടന്നു. അങ്ങനെ ബൈബിൾ വാചനം പറഞ്ഞു. പക്ഷെ ഒരു വാക്യം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇപ്പൊ അവൻ എന്തോ കണ്ടു? കാറ്റ് കണ്ട്. നേരത്തെ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശുവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. ഇപ്പൊ കാറ്റ് കണ്ടു, കാറ്റിന്റെ ശബ്ദം കേട്ടു, അവൻ മുങ്ങി. ഒറ്റ വിളി, കർത്താവേ എന്നെ. അവിടെ ആരാടാ നിന്നോട് നടക്കാൻ പറഞ്ഞേ? അവൻ തന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടു. അതിന് വേറൊരു ദൂതുണ്ട്. ജീവിതയാത്രയിൽ നടന്നു തുടങ്ങിയപ്പോ ആദ്യം കുഴപ്പമില്ലാതൊക്കെ നടന്ന് ഇടയ്ക്ക് മനസ്സ് പതറി പലതിലോട്ടൊക്കെ നോക്കി വീണാലും നീ വീണ്ടും വിളിക്കാൻ തയ്യാറാണെങ്കിൽ ആ കരം നിന്നെ തിരിച്ചു പിടിക്കും. പകൽ ആരോടോ പറയുന്നു, കഴിഞ്ഞ നാളിൽ നീ നടന്നു തുടങ്ങിയതാ, നിന്റെ ജീവിതയാത്ര നീ നടന്നു തുടങ്ങിയതാ. പക്ഷെ പലതും കണ്ടു പേടിച്ചപ്പോ നീ മുങ്ങിപ്പോന്ന അവസ്ഥ വീണാലും നീ കർത്താവിനെ നിലവിളിച്ചാൽ അവൻ വീണ്ടും വരും. അപ്പൊ കർത്താവിന് ശ്രദ്ധ മാറിയുള്ള പ്രശ്നം അറിയാമോ? നീ മുങ്ങാൻ തുടങ്ങും. ഇതുവരെ നടന്നു തുടങ്ങി നീ നിക്കക്കഴിയില്ലാതെ മുങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് സ്വർഗീയ വെള്ളിക്ക് പത്രോസിനോട് പറയും, പത്രോസേ, ഈ 4-ാം യാമത്തിൽ നിന്നെ വിളിച്ചതാരാ? എന്റെ സ്വർഗത്തിലെ കർത്താവാ. വിളിച്ചവന്റെ വാക്ക് കേട്ട് അവനെ നോക്കുക. ചുറ്റും കാറ്റടിക്കും, ചുറ്റും തിരമാല കയറും. നീ അതിലേക്ക് നോക്കിയാൽ മുങ്ങി തുടങ്ങും. കർത്താവിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടും.